നമുക്ക് നല്ലൊരു കൂണ് തോരൻ അങ്ങോട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി കുറച്ച് കൂണ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ കഴുകി ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് തോരൻ വെക്കണം. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള തോരനാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കൂണ് എടുത്തേക്കുന്നത്. നല്ല മുട്ട പോലിരിക്കുന്ന കൂണ്. ഇനി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. അങ്ങനെ കൂണെല്ലാം നമ്മൾ ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ട് 10 ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്, സവാളയല്ല. ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി കൊണ്ട് വെച്ച് ചട്ടി കൊണ്ട് ചൂട് വരുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുകൊക്കെ കൊണ്ടിട്ട് നമ്മുടെ കൂണും ചേരുവകളെല്ലാം ചേർത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൂണ് തോരൻ റെഡിയാക്കി കൊണ്ടെടുക്കാം. അതുപോലെ ചട്ടിയൊക്കെ വെച്ച് ചട്ടി നല്ലൊരു ചൂടായി വരുന്നത് അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കടുക് കൊണ്ടിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ 2 നുള്ളു ജീരകം. അങ്ങനെ കടുകും ജീരകവും എല്ലാം പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൂണും അതിന്റെ ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് തേങ്ങ, ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയാണ് മിക്സ് ചെയ്ത്. എന്നാലും നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചങ്ങോട്ട് വെക്കണം. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കൂണേന്ന് ആവശ്യത്തിലധികം വെള്ളം ഇറങ്ങും. പിന്നെ വെള്ളത്തിന്റെ ആവശ്യമേ ഇല്ല. ഇനി അടച്ചങ്ങോട്ട് വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂണ് തോരനൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നങ്ങോട്ട് നോക്കാം. കൂണിലെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി കൂണ് വെന്തുകൊണ്ടിരിക്കണം. ഇഷ്ടംപോലെ വെള്ളം. ഇത് വറ്റിച്ചെടുക്കാനാണ് പാട്. വെന്തോന്നൊക്കെ നോക്കാം. വെന്തോന്നും ഉപ്പൊക്കെ ഒന്ന് നോക്കാം. കൂണൊക്കെ നല്ലൊരു വെന്തുണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി തുറന്നങ്ങോട്ട് വെക്കാം. തുറന്ന് വെച്ച് കഴിയുമ്പോൾ വെള്ളം ഒന്ന് പെട്ടെന്ന് വറ്റി കിട്ടും. വേണം ഇതിലേക്ക് നമുക്ക് അല്പം ഗരം മസാല കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. താല്പര്യം ഉള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഗരം മസാല ചേർത്ത് കൊടുത്താലും അത് നല്ലൊരു ടേസ്റ്റാണ്. കഞ്ഞിയിലൂടെ കഴിക്കാനായിട്ട് ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. ഇനി നമുക്ക് തുറന്നുകൊണ്ട് വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നാലും നമ്മുടെ കൂണ് തോരന്റെ വെള്ളമെല്ലാം വറ്റി കൂണ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ വറ്റാണ്ട് അത് ചട്ടിയുടെ ചൂടത്തെ വറ്റിക്കോളും. ഇനി നമുക്ക് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് അങ്ങോട്ട് വെക്കാം. എന്നിട്ട് വേണം ഇവനെ കൂട്ടി നമ്മുടെ കഞ്ഞി അങ്ങോട്ട് കുടിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കൂണ് തോരൻ ഇവിടെ റെഡിയാണ്. നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയാണ്. പയറിട്ട് റെഡിയാക്കിയ കഞ്ഞിയാണ്. അതിലേക്ക് നമ്മൾ 3-4 വെളുത്തുള്ളിയും 3-4 ചുമന്നുള്ളിയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല വെന്ത് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കഞ്ഞി അതുപോലെ തന്നെ കൂണ് തോരനൊക്കെ കൂട്ടി നമുക്ക് അങ്ങോട്ട് കഴിക്കാം. അപ്പം നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് പ്ലേറ്റിലേക്ക് കൊണ്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി അച്ചാറൊക്കെ, നാരങ്ങ അച്ചാറൊക്കെ കൊണ്ടിട്ട്, പിന്നെ നമ്മുടെ കൂണ് തോരനും പിന്നെ അല്പം ചമ്മന്തിപ്പൊടി, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കഞ്ഞി അങ്ങോട്ട് കുടിക്കണം. നമ്മുടെ കിടലിനായിട്ടുള്ള കഞ്ഞിയും പയറും അതുപോലെ തന്നെ നമ്മുടെ കൂണ് തോരനെല്ലാം കൂടെ കൂട്ടി ഒരു പിടി കൊണ്ട് കുടിക്കും.